കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ മാധ്യമങ്ങൾക്ക് വിലക്ക്. മുനമ്പം കേസിലെ കോടതി നടപടികൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് ജഡ്ജി രാജൻ തട്ടിൽ. മുനമ്പം കേസിൽ ഫറൂഖ് കോളേജിന്റെ അപ്പീൽ പരിഗണിക്കാനിരിക്കെയാണ് മാധ്യമ വിലക്ക്. വിവരങ്ങളുമായി ദിസ്ന സുരേഷിന്റെ വിവരങ്ങളുമായി ചേരും. നേരത്തെ ദിസ്ന ഈ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്ന് ഈ ട്രൈബ്യൂണലിലേക്ക്, കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിലേക്ക് മുനമ്പം കേസ് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം. അവിടെ പക്ഷേ കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന ജഡ്ജി രാജൻ തട്ടിൽ നിലപാടെടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന് വ്യക്തമല്ല. ഈ മുനമ്പം കേസിൽ ഫറൂഖ് കോളേജിൻ്റെ അപ്പീലാണ് ഇന്ന് ഈ ട്രൈബ്യൂണൽ പരിഗണിക്കാനിരുന്നത്. അവിടെയാണ് മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദിസ്ന, എന്തിനാണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന ഒരു ജഡ്ജി, ഈ ട്രൈബ്യൂണലിലെ ജഡ്ജി തീരുമാനമെടുക്കുന്നത്? തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ മുനമ്പത്തെ വഖഫ് ബോർഡ് വിഷയം വളരെയധികം ചർച്ച ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഈ കേസ് ഇന്ന്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഫറൂഖ് കോളേജ് നൽകിയ 2 അപ്പീലുകൾ ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾക്കൊരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുനമ്പം കേസിലെ കോടതി നടപടികൾ തൽക്കാലം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നൊരു കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കുമോ എന്നൊരു കാര്യം സംസാരിച്ചപ്പോഴാണ് അതിന് ഇപ്പോൾ നിലവിൽ അനുമതിയില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ വിഷയം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട എന്നൊരു കാര്യം തന്നെയാണ് ഈ ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. മുനമ്പം കേസിൽ ഫറൂഖ് കോളേജിന്റെ അപ്പീൽ പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ളൊരു മാധ്യമ വിലക്ക് വന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് വീണ. ഫറൂഖ് കോളേജിൽ ഭൂമി നൽകിയ സിദ്ദിഖ് സേഠിന്റെ കുടുംബം കോടതിയിൽ കക്ഷി ചേരും. സിദ്ദിഖ് സേഠിന്റെ കുടുംബം ഇവിടെ വന്നിട്ടുണ്ട്, പ്രതിനിധിയായി ഒരാൾ വന്നിട്ടുണ്ട്. അയാൾ കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കക്ഷി ചേരും എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇത് ധനം നൽകിയ ഭൂമിയല്ല, തങ്ങൾ വഖഫായി നൽകിയ ഭൂമിയാണെന്നാണ് സിദ്ദിഖ് സേഠിന്റെ കുടുംബം കോടതിയിൽ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിഭാഷകനുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് തങ്ങൾ ധനം നൽകിയ ഭൂമി എന്ന് തന്നെയാണ് തങ്ങൾ പറയുവാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഫറൂഖ് കോളേജിന്റെ ഭാഗത്തു നിന്നും ഫറൂഖ് കോളേജ് വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് ഇഷ്ടദാനമായി, അതായത് ഗിഫ്റ്റായി നൽകിയ ഒരു ഭൂമിയാണ്. ഇതിനാണ് 2019 ഇത്തരത്തിൽ വഖഫ് ഈ ഭൂമി ഏറ്റെടുക്കുകയും 2022 അതിൽ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തത് എന്നൊരു ഹർജിയായിരിക്കും ഫറൂഖ് കോളേജിന്റെ പ്രതിനിധി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. എന്തായാലും ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുവാൻ ഇപ്പോൾ നിലവിൽ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് വീണ.